ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി ഡിസൈനാണ് കാണിക്കുന്നത്. പെരുന്നാളിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് വെച്ചൊരു ഡിസൈനായിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറലിന് ചുറ്റിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഫ്ലവറും ഈ ഫ്ലവറിനോട് ചേർന്ന് തന്നെ വരച്ചെടുക്കുക. ഇങ്ങനെ 3 ഫ്ലവേഴ്സ് ഒന്ന് അടുപ്പിച്ച് വരച്ചെടുക്കുക. ഇനി ഓരോ 2 ഫ്ലവേഴ്സ് തുടങ്ങുന്ന ഭാഗത്തും ഇതുപോലെ ഒന്ന് 3 ലേസ് വീതം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ലൈൻസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കണേ. ഇനി വരച്ചെടുത്ത ലീവ്സിൻ്റെ മുകളിൽ നിന്ന് കൈയിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതുപോലെ കർവ് വരുന്ന 2 ലൈൻസ് ഒന്ന് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് കട്ടി കൂടുന്ന രീതിയിൽ വീണ്ടും ഒരു ലൈൻ വരച്ചെടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി വരച്ചെടുത്ത ലൈനിൻ്റെ പുറത്തുകൂടെ ഒരു ലെയർ കൂടെ ഒന്ന് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. ഇനി നേരത്തെ വരച്ച ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ഈ ഒരു ഹംസിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. ആ ഒരു സ്പൈറലിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലൊന്ന് ഇതുപോലെ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഒരു റാ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലൈൻ കൂടെ അതിൻ്റെ പുറത്തു കൂടെ വരച്ചു കൊടുക്കുക. ഇനി ആദ്യം വരച്ചെടുത്ത റാ ഷേപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് കുഞ്ഞു കോളങ്ങൾ വരച്ചെടുത്ത ശേഷം ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത് വരച്ചെടുത്ത റാ ഷേപ്പ് ഒന്നുകൂടെ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിൽ ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിനോട് ചേർന്ന് അടുത്തൊരു ഫ്ലവർ കൂടെ വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു ഹംസിന് മുകളിലായിട്ട് സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടും ഹംസ് വരച്ചു കൊടുത്ത് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫ്ലവറിനോട് ചേർന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിലൊന്ന് 3-4 പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ 3 ഫ്ലവേഴ്സ് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു സ്പേസിലും വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകളിൽ അടുത്തൊരു സ്പൈറൽ കൂടെ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലും ഹംസ് ഒന്ന് വരച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും അറ്റത്ത് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 5 ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈയിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതുപോലെ 2 ലൈൻസ് വീതം 2 സൈഡിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉൾഭാഗത്ത് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ കുഞ്ഞു ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിലോട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. അതിനുശേഷം ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളുടെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നതിന് പകരം ഓരോ 4 കോളങ്ങളുടെ ഉൾഭാഗത്തായിട്ട് വലിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കോളങ്ങൾ വെറും ബ്ലാങ്ക് ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കോളങ്ങളുടെ ഉള്ളിലും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു ഡിസൈൻ്റെ മുകളിൽ കൊടുത്ത ലൈനിലും താഴെ കൊടുത്ത ലൈനിലും ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്ത് വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് പെറ്റൽസും താഴ്ഭാഗത്ത് വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് ഡോട്ട്സും ഇട്ട് കൊടുത്തിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ലീവ്സിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് മിഡിൽ ഫിംഗറിലോട്ട് പോകുന്ന രീതിയിൽ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു വരച്ചെടുത്ത ലൈനിൽ ലീവ്സ് ഒന്ന് 2 സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലീവ്സിന് പകരം ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത്തിരി വലുപ്പത്തിൽ തന്നെ വരുന്ന ഡോട്ട്സ് ഒന്ന് അടുപ്പിച്ചിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി രണ്ടാമത് വരച്ചെടുത്ത ലൈനിന് മുകളിലായിട്ടൊന്ന് ഹംസ് വരച്ചെടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ചിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുക്കുക. ഇനി ആ ഒരു ഫിംഗറിൽ കുറച്ച് ഗ്യാപ്പിട്ട ശേഷം 2 ലൈൻസ് ഒന്ന് ഇതുപോലെ ചെരിഞ്ഞ രീതിയിൽ വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗത്തായിട്ട് ലൈൻസ് 2 സൈഡിലോട്ടും വരച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും കോളങ്ങൾ ബ്ലാങ്ക് ആക്കി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ടാമത് വരുന്ന ലൈനിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഹംസിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞു ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. ഇനി ഈ 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു വിരലിൽ 3 ലീവ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മിഡിൽ ഫിംഗറിൽ ഈ ഒരു സ്പേസിൽ 5 ലീവ്സ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഹംസിന് മുകളിലൊക്കെ സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി രണ്ടാമത്തെ വിരലിന് മുകളിലായിട്ട് ഇതുപോലെ കർവ് വരുന്ന 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ഹംസിന് മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പൈറൽസ് വരച്ചു കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. ഈ ഒരു സ്പേസിൽ ലീവ്സ് വരച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി വലുപ്പത്തിൽ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിലാണ് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടെ ഓരോ ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ട് എൻഡിലായിട്ട് ഓരോ ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ചെറിയ ഫിംഗറിലും ഇതുപോലെ തന്നെ കർവ് വരുന്നൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിലും ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ഫ്ലവേഴ്സ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ വിരലിൽ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ലീവ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തള്ളവിരലിൻ്റെ മുകളിലും എന്തെങ്കിലും ഫ്ലവേഴ്സ് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലീവ്സ് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഭാഗം ബ്ലാങ്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റിൽ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലൊന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനോട് ചേർന്ന് ഒരു ഫ്ലവർ കൂടെ വരച്ചു കൊടുത്തിട്ട് ആ 2 ഫ്ലവേഴ്സിൻ്റെ മുകളിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും സ്പൈറൽസ് ഒന്ന് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ റിങ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെൻട്രലായിട്ട് ഓരോ ഡോട്ട് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.